الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോക ജീവിതത്തിൽ ഒരാൾക്ക് സുഖകരമായി ജീവിക്കണമെങ്കിൽ, നാളെ പരലോക ജീവിതത്തിൽ ഒരാൾക്ക് സൗഭാഗ്യം വന്ന് നിറയണമെങ്കിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചും മനധാവനം ചെയ്തും അനുകരിച്ചും ജീവിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ഏതൊരു വിശ്വാസിയിലും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണത്തെപ്പറ്റിയാണ് ഖുതുബയിൽ ഇന്ന് സൂചിപ്പിക്കുന്നത്. അതാണ് ശൂറ, കൂടിയാലോചന. എല്ലാം സ്വന്തമായി തീരുമാനിക്കാതെ മറ്റുള്ളവരോട് കൂടിയാലോചനകൾ നടത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇസ്ലാം താൽപ്പര്യപ്പെടുന്നത്. ഏതു കാര്യമാകട്ടെ, വ്യക്തിപരമായ കാര്യമാണെങ്കിലും കുടുംബപരമായ കാര്യമാണെങ്കിലും രാഷ്ട്രത്തിൻ്റെ കാര്യമാണെങ്കിലും സമൂഹത്തിൻ്റെ കാര്യമാണെങ്കിലും സ്ഥാപനത്തിൻ്റെ കാര്യമാണെങ്കിലും ഒറ്റക്കൊരു വ്യക്തി ഒരു തീരുമാനമെടുക്കുക എന്നത് ഇസ്ലാം താൽപ്പര്യപ്പെടാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രംഗങ്ങളിൽ കൂടിയാലോചനകൾ ആവശ്യമുണ്ടോ ആ രംഗങ്ങളിൽ ഏറ്റവും നല്ല നടപടിക്രമം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യമാണ് കൂടിയാലോചന നടത്തുക എന്നുള്ളത്. വഹിയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു കൽപ്പിച്ചത് വശാവിറുഹും ഫിൽ അംർ, പരസ്പരം കൂടിയാലോചന നടത്തണം. ഫൈദാ അസംത, എന്നിട്ട് അതിലൊരു തീരുമാനമെടുത്താൽ ഫതവക്കൽ അലല്ലാഹ്, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഭരമേൽപ്പിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തീരുമാനമെടുത്താൽ അതിൽ മാറാതെ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം.
ഖുർആനിൽ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഷൂറ അഥവാ കൂടിയാലോചന എന്നാണ്. അതിൽ വിശ്വാസിയുടെ ഗുണം പറയുന്നുണ്ട്. ഷൂറ 37 ആയത്തിൽ വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമുള്ള കൂടിയാലോചനയിലൂടെ ആയിരിക്കുകയും നാം നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർക്കും വലിയ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. കൂടിയാലോചനയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നല്ല കാഴ്ചപ്പാടുകൾ ലഭിക്കും, അബദ്ധങ്ങൾ കുറയും, പരിചയമുള്ളവരോട് ചോദിക്കുമ്പോൾ വലിയ അറിവ് ലഭിക്കും. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ വീക്ഷണകോണിൽ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് വിചാരിക്കും. പക്ഷേ ഒരു 4 പേരോട് ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ വ്യത്യസ്തമായ 4 അഭിപ്രായങ്ങൾ കിട്ടുകയും ഈ 4 അഭിപ്രായങ്ങളും നമ്മുടെ അഭിപ്രായവും കൂടിച്ചേർക്കുമ്പോൾ അബദ്ധം പിണയാത്ത ഒരഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിൻ്റെ അഭിപ്രായം ചോദിക്കാൻ നമ്മൾ മടിക്കരുത്. കാരണം ഓരോ വ്യക്തിയും ഓരോ കാര്യത്തെ നോക്കിക്കാണുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെ ആയിരിക്കും. രണ്ടാമത്തത്, കൂടിയാലോചന എന്നത് ചുറ്റുമുള്ളവരെ പരിഗണിക്കലാണ്. നാം എത്ര വലുതായാലും ജീവിതാനുഭവമുള്ളവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പരിഗണിക്കലും നമ്മിൽ വിനയം വന്നു ചേരാൻ അത് കാരണമായി തീരുകയും ചെയ്യും. ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതിനെ വിനയമെന്നാണോ അഹങ്കാരമെന്നാണോ വിളിക്കുക? അതൊരു അഹങ്കാരത്തിൻ്റെ മറ്റൊരു രൂപമാണ്. അതിൽ നിന്നു മാറി ആളുകളോട് അഭിപ്രായം ചോദിച്ച് നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അവരെ പരിഗണിക്കുകയാണ്, അവരുടെ മുന്നിൽ വിനയം പ്രകടിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം സ്വന്തത്തിലുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കലാണ്. കാരണം മറ്റുള്ളവരെ ചെറുതായി കാണലാണ് അഹങ്കാരം. മറ്റുള്ളവരെ ചെറുതായി കാണുന്നത് കൊണ്ടും തൻ്റെ അഭിപ്രായം മികച്ചു നിൽക്കുമെന്ന ധാരണയുള്ളത് കൊണ്ടും താൻ അഭിപ്രായം സ്വീകരിച്ചാൽ മതി, താൻ തീരുമാനിച്ചാൽ മതി എന്നുള്ള ഹുങ്കുള്ളത് കൊണ്ടുമാണ് പലരും കൂടിയാലോചനയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. മറ്റുള്ളവരെ പരിഗണിക്കുക എന്ന വഴി നമ്മൾ വലിയ അഹങ്കാരത്തിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നാലാമത്തെ കാര്യം, ആഭ്യന്തര പ്രശ്നങ്ങൾ കുറയും. ആഭ്യന്തരമായ പ്രശ്നങ്ങൾക്ക് കാരണം അതാണ്. ഒരു നിശ്ചയത്തിന് ക്ഷണിച്ചില്ല, നിക്കാഹ് നേരത്തെ പറഞ്ഞില്ല, വീട് വെച്ചപ്പോൾ കുറ്റിയടിക്കുന്നത് എന്നോടാദ്യം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ കുടുംബത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. 2 കൂട്ടരും ശ്രദ്ധിക്കണം. ഒന്ന്, ഉത്തരവാദപ്പെട്ട ആളുകളോട് നേരത്തെ കൂടിയാലോചന നടത്തുക എന്നത് വിനയത്തിൻ്റെയും മാന്യതയുടെയും ലക്ഷണമാണ്. ഒരിക്കലും മകൻ്റെ കുറ്റിയടി അല്ലെങ്കിൽ മകൻ്റെ വീടിന് തറയ്ക്ക് വേണ്ടി പ്ലാൻ വരച്ച് അതിന് കുറ്റിയടിക്കുന്നതൊരിക്കലും വാപ്പ അങ്ങാടിയിൽ നിന്നറിയേണ്ട കാര്യമല്ല. പേരക്കുട്ടിയുടെ വിവാഹത്തിൻ്റെ കാര്യം ഉമ്മ വേറെ ഒരാളുടെ ചെവിയിൽ നിന്നും നാവിൽ നിന്നും കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിലും മറ്റും പലതരത്തിലും വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നതിൻ്റെ പിണങ്ങുന്നതിൻ്റെ പ്രധാന കാരണം കൂടിയാലോചനയ്ക്ക് നിന്നില്ല എന്നത് ആവുന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. കുടുംബത്തിലും മറ്റും ഒറ്റക്കെടുക്കുന്ന തീരുമാനം കാരണം പല അകൽച്ചകളും ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നർത്ഥം. അതിനുള്ള പരിഹാരം നേരത്തെ എല്ലാവരോടും കൂടിയാലോചിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അഞ്ചാമത്തത്, ഐക്യം കൂടും. എല്ലാവരോടും കൂടിയാലോചിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ എന്ത് പ്രശ്നം ആ കാര്യത്തിൽ വന്നാലും കൂടിയാലോചിച്ചവർ മുഴുവൻ ഒപ്പമുണ്ടായിരിക്കും. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ 4 പേരോട് കൂടിയാലോചിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ അഭിപ്രായമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ വീണ്ടും ആ നഷ്ടം നികത്താനുള്ള കൂടിയാലോചനയിൽ പങ്കെടുക്കും. ഒരു വിവാഹം നടത്തുമ്പോൾ കൂടിയാലോചിച്ചാൽ, ഒരു വീട് നിർമ്മിക്കുമ്പോൾ കൂടിയാലോചിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളോട് കൂടിയാലോചിക്കുമ്പോൾ അവരിൽ നിന്നും ധാരാളം ആശയങ്ങൾ കിട്ടുകയും അവരൊക്കെ ആ ഒരു കാര്യത്തിൻ്റെ ആളുകളായി മാറുകയും ചെയ്യും. അതാണ് കൂടിയാലോചനയുടെ ഏറ്റവും വലിയ ഫലം. പിന്നെയോ നിർഭയത്വമുണ്ടാകും.
കുടുംബരംഗം മുതൽ സാമൂഹിക രംഗം വരെ കൂടിയാലോചന ഉണ്ടാകണം. ഭാര്യയോട് കൂടിയാലോചിക്കാനുള്ള വിനയം വേണം. മാതാപിതാക്കളോട് കൂടിയാലോചിക്കണം, അവരുടെ പ്രാർത്ഥന കിട്ടും. മക്കളോട് കൂടിയാലോചിക്കണം, അവരുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ്. സഹപ്രവർത്തകരോട് കൂടിയാലോചിക്കണം, അവരുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കുന്നിടത്ത് ആ വ്യക്തിക്ക്, ആ സംരംഭത്തിന് വളരെ വലിയ പുരോഗതി ഉണ്ടാകും. അങ്ങനെ കൂടിയാലോചിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമെന്താ? പിന്നീട് ഖേദിക്കേണ്ടി വരും, ആക്ഷേപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ മുശാവറതു ഹിസ്നു മിനൻ നദാമ വ അംനു അനിൽ മലാമ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൂടിയാലോചന നടത്തൽ ഖേദത്തിൽ നിന്ന് സുരക്ഷിതമാക്കലാണ്, ഭയത്തിൽ നിന്ന് നിർഭയത്വമാണ്. ഭയത്തിൽ നിന്ന് നിർഭയത്വം ലഭിക്കാൻ കൂടിയാലോചന പര്യാപ്തമാണ്. അതേപോലെ പിന്നീടൊന്ന് ഖേദിക്കാതിരിക്കാൻ, നീയൊന്ന് ചോദിച്ചില്ലല്ലോ, നീയൊന്ന് പറഞ്ഞില്ലല്ലോ, അതിനിങ്ങനെ ഒരു വഴിയുണ്ടായിരുന്നു എൻ്റെ അടുത്ത്, എന്നാൽ എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാൻ സഹായിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഒരാൾക്കുണ്ടാവുകയും ആ ഒരു പറച്ചിലിൻ്റെ കുറവ് കൊണ്ട് ഇയാൾക്ക് വളരെയധികം വലിയ നഷ്ടം വരികയും ചെയ്താൽ ആ ഖേദത്തിനെന്നാണ് ഒരു പരിഹാരമാവുക? അൽ-ഇശാറത്തു ഐനുൽ ഹിദായ വഖദ് ഖാതിറ മൻ ഇസ്തഗ്ന ബി റഈഹി. കൂടിയാലോചന ശരിയായ മാർഗദർശനമാണ്. സ്വന്തം അഭിപ്രായത്തിൽ ധന്യത കണ്ടെത്തുന്നവൻ ജീവിതത്തെ അപകടപ്പെടുത്തുകയാണ്. സ്വന്തം തീരുമാനങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 107 or 8 കാര്യങ്ങൾ ശരിയായി എന്ന് വരാം, പക്ഷേ ബാക്കി 93, 92, 94 കാര്യങ്ങൾ അബദ്ധത്തിലായാൽ എന്തു ചെയ്യും നമ്മൾ? അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൂടിയാലോചനയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ കൂടിയാലോചനയ്ക്ക് വലിയ മാതൃകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബികളോട് കൂടിയാലോചിക്കുന്നതിനേക്കാൾ കൂടിയാലോചിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലായ്പ്പോഴും കൂടിയാലോചിച്ചിരുന്നു. ബദർ യുദ്ധത്തിൻ്റെ തലേന്ന് ഖുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ താവളം തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ, അതോ അങ്ങയുടെ സ്വന്തം അഭിപ്രായ പ്രകാരമാണോ, അതല്ല യുദ്ധതന്ത്രമായിട്ടാണോ? ഈ ഉത്തരം പറഞ്ഞപ്പോൾ അതിനെ പറ്റിയ സ്ഥലം ഇതല്ല, വേറെ സ്ഥലമുണ്ട് എന്ന് ഖുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു യുദ്ധതന്ത്രമെന്ന നിലയിൽ പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായി ബദർ യുദ്ധത്തിന് ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനും വിജയിക്കാനുമുള്ള അനുകൂലമായ സാഹചര്യം ഉണ്ടായിത്തീർന്നു. ബദർ യുദ്ധത്തിൽ 2 സംഘമുണ്ട്. ഒന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരുന്ന കച്ചവട സംഘം, 2 അബൂ ജഹലിൻ്റെ നേതൃത്വത്തിൽ വരുന്ന പട്ടാള സംഘം. ആദ്യം ഏതിനെ നേരിടണം? വലിയൊരു ചോദ്യമായിരുന്നു അത്. കൂടിയാലോചിക്കുന്നു, എന്നിട്ട് അബൂ ജഹലിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാള സംഘത്തെ നേരിടാമെന്ന് തീരുമാനിക്കുന്നു. ഇതാകണം നമ്മുടെ ശൈലി. ഒരു കൂടിയാലോചനയിലേക്ക് പോകുമ്പോൾ ഉള്ളിലൊരു തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിലേക്ക് എല്ലാവരെയും വലിച്ചു കൊണ്ടുവരാൻ ദുർവാശിയോടുകൂടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ കൂടിയാലോചന ഫലപ്പെടുകയില്ല. മറിച്ച് ബ്ലാങ്കായ മനസ്സോടുകൂടി പോവുകയും ശൂന്യമായ മനസ്സോടുകൂടി പോവുകയും എല്ലാവരുടെയും അഭിപ്രായം ശേഖരിക്കുകയും ആ അഭിപ്രായം ശേഖരിച്ചതിൽ നിന്ന് സമൂഹത്തിന് ഗുണകരമായ, വ്യക്തിപരമായി ഗുണകരമായ, അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ ടോപ്പ് പുരോഗതിയിലെത്തേണ്ട അഭിപ്രായം ഏതാണോ അത് ധാർഷ്ട്യമില്ലാതെ, അഹങ്കാരമില്ലാതെ, അഹംഭാവമില്ലാതെ, അങ്ങനെ ഒരു ദുശ്ശാഠ്യമില്ലാതെ ആരെന്തു പറഞ്ഞാലും ഏറ്റവും നല്ല പുരോഗതിയിലെത്തുന്ന അഭിപ്രായത്തെ സ്വീകരിക്കുക എന്ന വിനയത്തിൻ്റെ ഭാഷയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കാര്യം യഥാർത്ഥത്തിൽ വലിയ പുരോഗതിയിലേക്കെത്തും, ബറക്കത്തിലേക്കെത്തും. യഥാർത്ഥത്തിൽ ശൂറ എന്നത് ബറക്കത്താണ്. ശൂറ ചെയ്യാതെ ഒരു കാര്യം തീരുമാനിക്കുന്ന ഒരാൾക്ക് ആ കാര്യത്തിൽ വിജയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ശൂറ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊന്ന് പറയും, അത് കേട്ടാൽ മതി, ഇങ്ങോട്ട് പറയേണ്ടതില്ല എന്ന് കുടുംബത്തിലെ കാരണവർ പറഞ്ഞാൽ പല അബദ്ധങ്ങളിലേക്കും ആ കുടുംബം എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പറ്റുമെങ്കിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാമെന്ന് പറയുന്നത് എത്ര വലിയ മാനുഷികമായ
മാനുഷികമായ കാര്യത്തിൽ അഭിമാനത്തിന് വ്രണപ്പെടുത്തുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം മറ്റുള്ളവരിൽ നമ്മളെക്കുറിച്ച് വെറുപ്പിനും അനിഷ്ടത്തിനും കാരണമാകും. സ്വന്തം തീരുമാനമെടുക്കൽ, കൂടിയാലോചന ഇല്ലാതിരിക്കൽ വളരെ വലിയ അനിഷ്ടത്തിന് കാരണമാകും. ചില ആളുകളൊക്കെ പറയും അയാളുടെ മരണം കണ്ടാലേ ആ ഒരു സംവിധാനത്തിന് മെച്ചം വരികയുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് ആളുകളെത്തുന്ന ഒരവസ്ഥ കൂടിയാലോചന കുറവിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അഹങ്കാരം നമ്മിൽ വന്നു ചേരും. കൂടിയാലോചനകളില്ലാതെ സ്വന്തം തീരുമാനമെടുക്കുമ്പോൾ അഹങ്കാരത്തിലേക്ക് എത്തിപ്പെടുമെന്ന് നേരത്തെ സൂചിപ്പിച്ചതാണ്. എന്താ അഹങ്കാരം? അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബർ എന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കൽ. കൂടിയാലോചനയിലെ ഏറ്റവും നല്ല പോയിന്റിനെ, അതിനെ നിരാകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിജയത്തിലേക്കുള്ള ഒരു വഴിയെയാണ് നിരാകരിക്കുന്നത്. വഗംതുൻ നാസ്, ജനങ്ങളെ ചെറുതായി കാണുക. അങ്ങനെ കണ്ടാൽ എന്തു സംഭവിക്കും? കിബറുണ്ടെങ്കിൽ അവൻ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മിസ്കാലു ദർറത്തിൻ മിനൽ കിബർ, മനസ്സിൽ ഒരു അണുമണിത്തൂക്കം അഹങ്കാരമുള്ളവന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇനി കൂടിയാലോചനയിലൂടെ തീരുമാനം വന്നാൽ, തീരുമാനം അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ പ്രവർത്തിക്കുന്നത് വേറെയായിരിക്കുമെന്ന് വിചാരിക്കാൻ പാടില്ല. കൂടിയാലോചനയിലൂടെ തീരുമാനം വന്നാൽ പിന്നീട് അതിനെതിരിൽ പ്രവർത്തിക്കരുത്. പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും പ്രശ്നം തോന്നിയാലും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് എന്നല്ല പറയേണ്ടത്. കൂടിയാലോചന കഴിഞ്ഞു, എല്ലാവരും തീരുമാനിച്ചു, തീരുമാനം നടപ്പിലാക്കി, അബദ്ധമായി, പ്രയാസം വന്നു. ആ സമയത്തൊരിക്കലും തീരുമാനമെടുത്തവരെ പഴിക്കരുത്. കാരണം കൂട്ടത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ മസ്ബൂലിയത്ത് എല്ലാവർക്കുമുണ്ട്. ഇനിയോ ഇങ്ങനെ തീരുമാനമെടുത്താലും ചില ആളുകളുണ്ട്. തീരുമാനത്തിൽ അവർ ചർച്ചയിൽ വലിയ സജീവമായ അഭിപ്രായം പറയും. പിന്നെ അവരെ ഏൽപ്പിച്ച പണിയെടുക്കാതെ അടുത്ത സമയത്ത് വീണ്ടും അവർ പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കൂടിയാലോചന ഏറ്റെടുത്ത് അമാനത്തേൽപ്പിച്ചാൽ, ദീനിൻ്റെ കാര്യമാകട്ടെ, കുടുംബത്തിലൊരു പ്രശ്നം തീർക്കലിൻ്റെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ സഹായിക്കുന്ന കാര്യമാകട്ടെ, നമ്മളെ ഏൽപ്പിച്ചാൽ അത് പൂർത്തിയാകുന്നത് വരെ അതിൽ നിൽക്കുക എന്നത് അമാനത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യാത്തവർ അമാനത്തിൻ്റെ ലംഘനമാണ് വരുത്തുന്നത്. അതുകൊണ്ട് കൂടിയാലോചനയിൽ പങ്കെടുക്കുന്ന ആളുകൾ ആ തീരുമാനത്തെ നിങ്ങളിൽ നിക്ഷിപ്തമായാൽ ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകണേ. കാരണം അത് പിന്നീട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും വ്യക്തിപരമായാലും സ്ഥാപനപരമായാലും കൂടിയാലോചനയ്ക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും ബുദ്ധിപരമായി പെരുമാറുന്ന സത്യവിശ്വാസികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കൂടിയാലോചനയെ പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഒരു മനുഷ്യൻ അത്യാവശ്യമായി വേണ്ടത് അവന് തവക്കുലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. തീരുമാനം പറ്റാത്തതാണെങ്കിലും നമ്മൾ യോജിക്കാത്തതാണെങ്കിലും ശൂറ തീരുമാനിച്ചതാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുക എന്നത് തവക്കുലിൻ്റെ ഭാഗമാണ്. ആ തവക്കുലിൻ്റെ ഭാഗമാണ് സ്വലാത്തുൽ ഇസ്തിഖാറ അഥവാ നന്മ തേടിയുള്ള നമസ്കാരം. ഈ നമസ്കാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചില ആളുകളൊക്കെ ആ ഒരു നിസ്കാരത്തെ ദുരുപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ അതിനെ ഉപയോഗപ്പെടുത്താത്തവരുമുണ്ട്. കാര്യം തീരുമാനിച്ചാൽ ഭാവി എന്താകുമെന്ന് നമുക്കറിയില്ല. കല്യാണമാകട്ടെ, ജോലിയാകട്ടെ, പഠനമാകട്ടെ, ഇതിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമു അസ്ഹാബഹു അൽ-ഇസ്തിഖാറതു ഫീ ഉമൂരി കുല്ലിഹാ. എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യം പ്രവാചകൻ സഹാബത്തിന് പഠിപ്പിച്ചിരുന്നു.
ആ കാര്യത്തിൽ എന്തൊക്കെ വേണം? ഇദാ ഹമ്മ അഹദുകും ബിൽ അംർ, ആദ്യം ഒരു കാര്യം തീരുമാനിക്കണം. ഒരു കാര്യത്തിൽ 2 തീരുമാനങ്ങൾ വന്നു, ഏത് സ്വീകരിക്കണം എന്നൊരു തടസ്സം വന്നാൽ എന്തു ചെയ്യണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഫൽ യർക റകഅതൈനി, 2 റകഅത്ത് നമസ്കരിക്കുക. മിൻ ഗൈരി ഫരീള, നിർബന്ധ നമസ്കാരമല്ലാത്ത സുന്നത്തിൻ്റെ നമസ്കാരം 2 റകഅത്ത് നമസ്കരിക്കുക. നമസ്കാര ശേഷം തശഹുദിൻ്റെ അവസാനം ഇപ്രകാരം പ്രാർത്ഥിക്കാൻ പറ്റും. തശഹുദ് കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖ്ദിറുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളികൽ അളീം വഇന്നക തഖ്ദിറു വലാ അഖ്ദിറു വതഅലമു വലാ അഅലമു വഅൻത അല്ലാമുൽ ഗുയൂബ്. اللهم إن كنت تعلم إن هذا الأمر خيرا لي في ديني ومعاشي وعاقبة أمري فاقدره لي وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري أو قال في عاجل أمري وآجله فاصرف عني واصرفني عنه واقدر لي خيرا حيث كان ثم رضيني به എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നിന്റെ വിജ്ഞാനം മുഖേന നിന്നോട് ഞാൻ നന്മയെ ചോദിക്കുന്നു. ഓരോ വാചകവും തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ ഖൈറിനെ ചോദിക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ വിജ്ഞാനം മുഖേന നിന്നോട് ഞാൻ നന്മയെ ചോദിക്കുന്നു. നിന്റെ കഴിവ് മുഖേന ഞാൻ കഴിവിനെ ചോദിക്കുന്നു. നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരണം നീ കഴിവുള്ളവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. നീ അറിയുന്നവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. നീ എല്ലാ മറഞ്ഞ കാര്യങ്ങളും നന്നായി അറിയുന്നവനാണ്. അല്ലാഹുവേ, ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം അവിടെ കാര്യമെന്തെന്ന് പ്രത്യേകം സൂചിപ്പിക്കണം. എനിക്ക് എൻ്റെ ദീനിലും എൻ്റെ ഐഹിക ജീവിതത്തിലും കാര്യത്തിൻ്റെ പര്യവസാനത്തിലും അഥവാ ഈ ലോകത്തും പരലോകത്തും നന്മയാണെന്ന് നീ അറിയുന്നുവെങ്കിൽ അത് നീ എനിക്ക് വിധിക്കണമേ. അതാണ് പ്രാർത്ഥന. നന്മയാണെങ്കിൽ എനിക്ക് വിധിക്കണം, അതിനെ നീ എനിക്ക് എളുപ്പമാക്കി തരികയും പിന്നീട് അനുഗ്രഹം ചൊരിയുകയും വേണം. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച ഈ കാര്യം എൻ്റെ ദീനിലും എൻ്റെ ഐഹിക ജീവിതത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിൽ അഥവാ പരലോകത്തും എനിക്ക് ദോഷമാകുന്നു എന്ന് നീ കാണുന്നുവെങ്കിൽ അതിൽ നിന്നും എന്നെ അകറ്റണമേ. നന്മ എവിടെയാണെങ്കിലും അത് എനിക്ക് നീ വിധിക്കണമേ. പിന്നെ അതിൽ എനിക്ക് സംതൃപ്തി നൽകുകയും ചെയ്യണമേ. സുദീർഘമായ ഒരു പ്രാർത്ഥനയാണ്. നെറ്റിലടിച്ചാൽ നമുക്ക് ആ പ്രാർത്ഥന കിട്ടും. ആവശ്യമുള്ളവർ പ്രാർത്ഥനയെടുത്ത് കാണാതെ പഠിച്ച് അവനവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഏത് തീരുമാനമെടുക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ വരുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും മനസ്സിൽ തോന്നുന്നത് ഖൈറായി വിചാരിക്കുകയും ആ പ്രവർത്തനത്തിലേക്ക് മുന്നിടുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പ്രാർത്ഥനയിൽ എൻ്റെ ജീവിതത്തിലും എൻ്റെ കാര്യത്തിൻ്റെ പര്യവസാനത്തിലും അംരി എന്നതിൻ്റെ സ്ഥാനത്ത് എൻ്റെ കാര്യത്തിൻ്റെ താൽക്കാലിക അവസ്ഥയിലും ഭാവിയിലും ഫി ആജിലി അംരി വ ആജിലിഹി എന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് തരത്തിൽ പ്രാർത്ഥിച്ചാലും പ്രശ്നമില്ല. ചുരുക്കത്തിൽ നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഖൈറിനെ ചോദിക്കുകയും ഷർറിനെ തടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ശരണം തേടുകയും ചെയ്യണമെന്നർത്ഥം. ഈ കാര്യം ഇതേപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഏതൊരു കാര്യം തീരുമാനിക്കുമ്പോഴും ഒരു കൂടിയാലോചനയിലൂടെ അതിൻ്റെ ബർക്കത്തിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സന്ദർഭത്തിൽ 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പുതുക്കലും SIR അപ്ഡേറ്റും നടക്കുകയാണ്. PLമാരോട് നമ്മൾ സഹകരിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ഒരാളും ആ പട്ടികയിൽ വരാതിരിക്കാൻ പാടില്ല. അപ്പം അതിനുള്ള പ്രവർത്തനങ്ങളിൽ വിശ്വാസികൾ ജാഗ്രത പാലിക്കണമെന്ന് സൂചിപ്പിക്കുകയാണ്. നാളെ രാവിലെ 9:30 രാവിലെ LP സ്കൂളിൽ വെച്ച് വനിതകളുടെ സംഗമമുണ്ട്. ഉമ്മമാർക്ക് പ്രത്യേക കാഴ്ചപ്പാട് ലഭിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിന് തന്നെ വലിയ മാതൃകയായി മാറുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക പരിപാടിയുണ്ട്. അതേപോലെ അവിടെ ഉച്ചഭക്ഷണം ഉണ്ടായിരിക്കും. വനിതകളെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്. അല്ലാഹു തആല
തീരുമാനമെടുക്കാനും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും തവക്കുലോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള മാനസികാവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീക്കിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.